നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? എടാ നീ ആ മാങ്ങാത്തൊലി ചോക്ലേറ്റിന്റെ ഏജന്റ് ജിത്തുബായി അല്ലേ? മാങ്ങാത്തൂരി അല്ല സാർ, മാംഗോ ടേസ്റ്റി. മാംഗോ ടേസ്റ്റി. ഞാനൊരു 100 ചോക്ലേറ്റ് കൂടി അധികം തരട്ടെ സാറേ? എടോ, താൻ കഴിഞ്ഞ തവണ തന്നിട്ട് പോയ ചോക്ലേറ്റ് കാര്യമായിട്ട് സെയിലായിട്ടില്ല. അതൊക്കെ തീർന്നിട്ട് മതിയോടെ പുതിയത്. അതെന്തു പറ്റി സാർ? സാറ് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലേ? ആവശ്യക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാം. പിന്നെ ഓവറായി പ്രൊമോട്ട് ചെയ്യാനേ ആ സൂപ്പർ ഫ്ലവർ ചോക്ലേറ്റുകാരെ 20% തരുന്നത്. എന്റെ മുതലാളി വെറും 10% തരുന്നുള്ളൂ. സാറേ, അവരുടേത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. വെറും അഡ്വർടൈസ്മെന്റ് കൊണ്ട് മാത്രം സെയിൽസ് നടത്തുന്നത്. എന്നാൽ ഞങ്ങളുടെ മാംഗോ ടേസ്റ്റി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി നൽകി ക്വാളിറ്റി മെച്ചപ്പെടുത്തി ചെയ്യുന്നതാണ്. അപ്പോൾ 10% സാറേ കമ്മീഷനായി തരാൻ പറ്റൂ. എടോ, ബിസിനസ് നടക്കണമെങ്കിലേ വാങ്ങുന്നവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കണം. സാർ, 5 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങുന്നവന് 5 കോടി രൂപയുടെ വിമാനം ഫ്രീ ആയി കൊടുക്കാൻ പറ്റുമോ? പലതും ഓഫർ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് പറ്റിക്കണം. ഇതൊക്കെ ബിസിനസിന്റെ ടെക്നിക്കല്ല ബായി. ഇത്തരം തട്ടിപ്പ് പരസ്യങ്ങളിൽ ഞാനും എന്റെ മുതലാളി വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് സാർ. ഓരോ ഗാന്ധിയന്മാര് വന്നിരിക്കുന്നു. നിലവിലുള്ള സ്റ്റോക്ക് തീർന്നിട്ട് മതി പുതിയതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ. ചേട്ടാ, 2 സൂപ്പർ ഫ്ലവർ. അയ്യോ മോനെ, ആ ചോക്ലേറ്റ് ഒന്നും വാങ്ങല്ലേ. അതെന്തു പറ്റി? മോൻ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളൊന്നും വായിച്ചില്ലേ? ആ ചോക്ലേറ്റിനുള്ളിൽ നിന്നും ഒരു പുഴുവിനെ കിട്ടിയത്രേ. ചോക്ലേറ്റിൽ ആ, അതാണ്. മോനൊരു മാംഗോ ടേസ്റ്റി ചോക്ലേറ്റ് പറ്റി കേട്ടിട്ടില്ലേ? നല്ല സൂപ്പർ സാധനമാ, വാങ്ങി കഴിച്ചു നോക്ക്. എന്നാ 2 മാംഗോ ടേസ്റ്റി. കണ്ടോ, ഇങ്ങനെ വേണം സെയിൽസ് നടത്താൻ. അതാണ് ജിത്തുബായി സ്റ്റൈൽ. നീ ഞങ്ങളുടെ ചോക്ലേറ്റിനെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുകയാണല്ലേ? അത് പിന്നെ ഞാന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. നീ അത് വായിച്ചിരുന്നില്ലേ? പറയുമ്പോൾ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലല്ലോ. തുടങ്ങി. ചേട്ടാ, ചേട്ടനും ഈ ജിത്തുവിന്റെ തരികിടയ്ക്ക് കൂട്ടു നിൽക്കരുത്. അതല്ല, ഇനി ഇത് തുടർന്നാ പിന്നെ ഈ ഷോപ്പിലേക്കുള്ള ചോക്ലേറ്റ് സപ്ലൈ ഞാൻ നിർത്തും. ഭാഗ്യം, രക്ഷപ്പെട്ടു. വേണ്ടടി, നിന്റെ കോപ്പിലെ ചോക്ലേറ്റ് ഈ ഷോപ്പിലേക്ക് വേണ്ട. എന്റെ കൃഷ്ണ, അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാനൊരു പാൽപ്പായസം കഴിപ്പിക്കാമേ. മോളെ സിനി. സിനിയല്ല, മിനി. ഇവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ കട ഉണ്ടാവില്ല. പോരെ? നിന്റെ മാങ്ങാത്തൊലി ചോക്ലേറ്റിന്റെ ഓണറോട് പറഞ്ഞേക്ക് അതിന് ഇനി അധികം ആയുസില്ലെന്ന്. ആയുസിന്റെ കാര്യമൊന്നും അധികം പറയണ്ട. അതെല്ലാം ഭഗവാൻ പരമശിവന്റെ കയ്യിലല്ലേ. ഇനി നീ ഈ മാങ്ങാത്തൊലിയും കൊണ്ട് ശിവാനി സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ? വേഗം ചെല്ല്. അവിടെ ചെന്ന് പ്രദൂഷണമെല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ഇതിന്റെ ബാക്കി അവിടെ വെച്ച്. പൊടി മത്തങ്ങ തളിച്ച്. പൊട മരമാക്കി. പൊടി ഉണ്ട കണിച്ച്. പൊട എലി. പൊടി പെരിച്ചായി. പൊട നീർക്കോലി. പൊടി കൊരങ്ങത്തി. പൊട കുറുക്ക. പൊട ഡോങ്കി. പൊട പൊട പൊട.